സെപ്റ്റംബർ 10, 2022 ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ ചൈന ടു ടേക്ക് അപ്പ് റിമൈനിങ് LAC ഇഷ്യൂസ്. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബോർഡറാണ് ലൈൻ ഓഫ് ആക്ച്വൽ സൈറ്റ് എന്ന് പറയുന്ന LAC. LOC എന്ന് പറയുന്നതാണ് ലൈൻ ഓഫ് കൺട്രോൾ. അത് ഇന്ത്യ പാകിസ്ഥാനുമായിട്ടാണ്. അപ്പോൾ ഇന്ത്യ ചൈന ബോർഡറാണ് ഏത് LAC എന്ന് പറയുന്നത്. ബോർഡർ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടതാണ് LAC, ലൈൻ ഓഫ് ആക്ച്വൽ സൈറ്റ്. ആ ഇഷ്യൂസ് ഡിപ്ലോമസിയിലൂടെ തീർക്കും എന്നാണ് പറയുന്നത്. വി ഡോണ്ട് ആക്സെപ്റ്റ് ദ സോ കോൾഡ് സ്റ്റാറ്റസ് കോ ക്രിയേറ്റഡ് ബൈ ഇന്ത്യാസ് ഇല്ലീഗൽ ക്രോസിംഗ് ഓഫ് LAC, ബട്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ വി ഡോണ്ട് അറ്റാച്ച് ഇമ്പോർട്ടൻസ് ടു പീസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി അലോങ് ദ ബോർഡർ. ആ ബോർഡറിൽ സമാധാനം വേണമെന്നാണ് ചൈനീസ് ഒഫീഷ്യൽസും പറയുന്നത്. സോ ഇന്ത്യ ചൈന ടേക്ക് അപ്പ് റിമൈനിങ് LAC ഇഷ്യൂസ് എന്ന് പറയുന്നത് LAC ആയി ബന്ധപ്പെട്ട ലൈൻ ഓഫ് ആക്ച്വൽ സൈറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരത്തിലൂടെ അല്ലെങ്കിൽ ഡിപ്ലോമസിയിലൂടെ തീർക്കുമെന്നാണ് പറയുന്നത്. രണ്ട് രാജ്യങ്ങളും തമ്മിൽ ടേക്കപ്പ് ചെയ്യുമെന്നാണ് ആ ന്യൂസ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ന്യൂസ്, എപ്പോഴുള്ള ന്യൂസാണ്. CM മീറ്റ്സ് LG ഹോപ്പ് സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. CM മീറ്റ്സ് LG എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഡൽഹിയിൽ ചീഫ് മിനിസ്റ്റർ ലഫ്റ്റനൻറ്റ് ഗവർണറെ കാണുന്നു എന്നാണ് പറയുന്നത്. എന്തുമായി ബന്ധപ്പെട്ടാണ്? ഇവർ തമ്മിൽ എപ്പോഴും ഒരു ടസ്സിൽ നടക്കുന്നുണ്ട്. എപ്പോഴും അതൊരു കോൺട്രവേഴ്ഷ്യൽ ന്യൂസാണ്. എല്ലാ കാലത്തും അത് ഉണ്ടായിട്ടുണ്ട്. കാരണം ഡൽഹിക്ക് ആക്ച്വൽ സ്റ്റേറ്റ് പവർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ലഫ്റ്റനൻറ്റ് ഗവർണറിന് സാധാരണ സ്റ്റേറ്റുകളിലെ ഗവർണറെക്കാളും കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, കുറച്ചുകൂടി അതോറിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും CMൻ്റെ ഡിസിഷനും ലഫ്റ്റനൻറ്റ് ഗവർണേഴ്സിൻ്റെ ഡിസിഷൻ എപ്പോഴും കോൺഫ്ലിക്റ്റിലാവാറുണ്ട്. കാരണം ലഫ്റ്റനൻറ്റ് ഗവർണർ റിപ്പോർട്ട് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ്റിനായതുകൊണ്ടും ഡൽഹി സെൻട്രൽ ഗവൺമെൻറ് ഭരിക്കുന്ന BJP അല്ലാത്തതുകൊണ്ടും എപ്പോഴും റിഫ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചീഫ് മിനിസ്റ്റർ നേരിട്ട് പോയി ആ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പറഞ്ഞ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മീറ്റിംഗ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദ റിലേഷൻ ബിറ്റ്വീൻ CM ആൻഡ് ലഫ്റ്റനൻറ്റ് ഗവർണർ എസ്പെഷ്യലി ടു ഡൽഹി. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് കർത്തവ്യ പാത്ത് ഓപ്പൺസ് ടു പബ്ലിക് വിത്ത് കൾച്ചറൽ എക്സ്ട്രാവാഗൻസ എന്ന് പറഞ്ഞാൽ ആഘോഷത്തിന് നമ്മൾ പറയുന്നതാണ്. കർത്തവ്യ പാത്ത് ഓപ്പൺസ് ടു പബ്ലിക് വിത്ത് കൾച്ചറൽ എക്സ്ട്രാവാഗൻസ എന്നാണ് ന്യൂസ്. അതിൽ ഒരുപാട് പാർക്കിംഗ് സ്പേസസ്, ടോയ്ലറ്റ്സ്, പിന്നെ സ്മോൾ സ്കെയിൽ വെൻഡേഴ്സ്, ഇപ്പോൾ സ്മോൾ യൂണിറ്റ്സ്, അങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ഈ രാജ്പത്ത് എന്ന് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ ആ വഴി, ആ 16 കിലോമീറ്റർ സ്ട്രെച്ചാണ്. ആ സ്ട്രെച്ച് ഇവർ കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റൊക്കെ കൊണ്ടുവന്ന് കുറേയും കൂടെ വ്യത്യാസം വരുത്തി കർത്തവ്യ പാത്ത് എന്ന പേരും കൊടുത്ത് പുതിയതായിട്ട് വരുത്തിയിട്ടുണ്ട്. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പണ്ട് രാജ്പത്ത് എന്നറിയപ്പെടുന്ന ആ പാത്വേ ഇപ്പോൾ എന്താണ് അറിയപ്പെടുന്നത്? കർത്തവ്യ പാത്ത്. ഇമ്പോർട്ടൻ്റ് ആണത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഗെഹ്ലോട്ട് ലോഞ്ചസ് ജോബ് ഗ്യാരണ്ടി സ്കീം എന്നാണ്. ഗെഹ്ലോട്ട് ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്? രാജസ്ഥാൻ്റെയാണ്. സോ അശോക് ഗെഹ്ലോട്ട് ലോഞ്ചസ് ജോബ് ഗ്യാരണ്ടി സ്കീം എന്നാണ് പറയുന്നത്. ജോബ് കാർഡ്സ് ഇഷ്യൂഡ് ടു ഓവർ 2.25 lakh പീപ്പിൾ ഇൻ ലിവിങ് രാജസ്ഥാൻ സിറ്റീസ് ആൻഡ് ഇൻ 100-day എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി. 100 ദിവസത്തെ എംപ്ലോയ്മെൻറ്റ് വെൽഫെയർ സ്കീമായി ബന്ധപ്പെട്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നമ്മുടെ എഡിറ്റോറിയൽ പറഞ്ഞ സ്റ്റേയിങ് ദ കോഴ്സ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ പറയുന്നത് ഇൻഫ്ലേഷൻ ഇപ്പോൾ തൽക്കാലം മോഡറേറ്റ് ആയിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്, പക്ഷേ എപ്പോഴും അതിലൊരു വാച്ച് വേണം എന്നാണ് പറയുന്നത്. കാരണം ഇൻഫ്ലേഷൻ പൊതുവേ എക്കോണമിയെ താഴോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ്, പണപ്പെരുപ്പ്. അതുകൊണ്ട് ഇൻഫ്ലേഷൻ ഇപ്പോൾ ചെക്കിലാണെങ്കിലും മോഡറേറ്റ്ലി അണ്ടർ കൺട്രോൾ ആണെങ്കിലും നമ്മുടെ എക്കോണമി മുമ്പോട്ട് പോകുന്ന സമയത്ത് അതിന് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാച്ച് ആൻഡ് വിജിൽ വേണമെന്നാണ് പറയുന്നത്. ഇൻഫ്ലേഷൻ മേ ഹാവ് മോഡറേറ്റഡ് എ ബിറ്റ് ബട്ട് റിമെയിൻസ് എ ത്രെറ്റ് ദാറ്റ് വാറൻറ്റ്സ് കോൺസ്റ്റൻറ്റ് വിജിൽ. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സർവൈലൻസ് ആവശ്യമാണ് എന്നാണ് പറയുന്നത്. ഇതിലൊരു സെൻറ്റൻസ് പറയാം, ഇന്നത്തെ നമ്മുടെ വേർഡായിട്ട് എടുക്കാം. ഡെൻറ്റിങ് ഡിമാൻഡ് ആൻഡ് ഗ്രോത്ത് ഇമ്പൾസസ് ദാറ്റ് മേ കാറ്റലൈസ് ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഫ്രം ദ ഇൻഡസ്ട്രി എന്നാണ് പറയുന്നത്. മേ കാറ്റലൈസിൻ്റെ അർത്ഥം എന്താ? ട്രിഗർ എന്നാണ് പറയുന്നത്. ടു ഹെൽപ്പ് അല്ലെങ്കിൽ ട്രിഗർ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം, കാറ്റലൈസ് എന്ന് പറയുന്നത്. അപ്പോൾ കാറ്റലിസ്റ്റ്, ഒരു കെമിസ്ട്രിയിലൊക്കെ നമ്മൾ പഠിക്കുന്ന കാറ്റലിസ്റ്റും സെയിം പ്രോസസ്സല്ലേ ചെയ്യുന്നത്. ട്രിഗർ അല്ലെങ്കിൽ ടു ഹെൽപ്പ് അല്ലെങ്കിൽ ടു എയ്ഡ് ദ പ്രോസസ്സ്. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ പ്രോസസ്സിനെ വേഗം കൂട്ടാനും ട്രിഗർ ചെയ്യാനൊക്കെ അല്ലേ അത് കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ വേർഡ് മീനിങ്ങും. മേ കാറ്റലൈസ് ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്കോണമിയിലേക്ക് വരാൻ വേണ്ടി കൂടുതൽ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് എന്നാണ് അർത്ഥം കാറ്റലൈസ് എന്ന് പറയുമ്പോൾ. എൻഡ് ഓഫ് എൻ എറ എന്ന് പറഞ്ഞൊരു വേറൊരു എഡിറ്റോറിയലും കൂടിയുണ്ട്. ക്യൂൻസ് പാസിംഗ് കുഡ് ഹാവ് എൻ ഇമ്പാക്ട് ഓൺ ദ മിഷൻ പ്രോസ്പെക്ട്സ് ഓഫ് ദ കോമൺവെൽത്ത്. ഇപ്പം ക്വീൻ എലിസബത്ത് II മരിച്ചതിനെക്കുറിച്ചുള്ള ന്യൂസും ആണത്. അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷ് മൊണാർക്കിക്ക് എന്ത് പറ്റും, രാജഭരണത്തിന് എന്ത് പറ്റും എന്നൊക്കെയാണ് ആ ന്യൂസിൻ്റെ വാല്യുവേഷൻ. പിന്നെ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ആർമി ഇൻ അരുണാചൽ പ്രദേശ് റിസീവ്സ് മോഡേൺ ആർട്ടിലറി എന്നാണ്.
ആർമിക്ക് എന്തിനാണ് അരുണാചൽ പ്രദേശിൽ ഇത്ര ഇമ്പോർട്ടൻസ്? കാരണം ഇപ്പോൾ അവിടെ തവാങ് പോലെയുള്ള സ്ഥലങ്ങളിൽ ചൈനേൻ്റെ ഇൻഫിൽട്രേഷൻസ് ഉള്ളതുകൊണ്ട്, ബോർഡർ ഡിസ്പ്യൂട്ട്സ് ഉള്ളതുകൊണ്ട് അരുണാചൽ പ്രദേശിൽ ആർമിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടെ അങ്ങനെയുള്ള നോർത്ത് ഈസ്റ്റ് ഏരിയയിൽ തന്നെയാണ് നമ്മുടെ അഫ്സ്പ പോലെയുള്ള റൂളുകളുള്ളത്, ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് പോലെയുള്ള റൂളുകൾ അല്ലെങ്കിൽ നിയമങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ആർമിക്ക് അവിടെ മോഡർണൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, വിന്യസിക്കേണ്ട ആവശ്യമുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണത്. ഫിനാൻസ് മിനിസ്റ്റർ ടാസ്ക്സ് RBI ടു വൈറ്റ് ലിസ്റ്റ് ലീഗൽ ലോൺ ആപ്സ് ടു പ്രൊട്ടക്റ്റ് ബോറോസ്. മണി ലോണ്ടറിങ് അതുപോലെ തന്നെ ഫ്രോഡുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പല ആപ്പുകളിപ്പം നമ്മുടെ പ്ലേ സ്റ്റോറിലുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ലീഗലൈസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനും ബാക്കിയുള്ള സാധനങ്ങളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനും ജെന്യൂൻ ആയിട്ടുള്ള ആപ്പുകളെ മാത്രം പ്രവർത്തിക്കാൻ അനുവദിക്കാനുമുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് ഫിനാൻസ് മിനിസ്റ്റർ RBIക്ക് ടാസ്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ലോൺ ആപ്സ് പൊതുവേ ഒരുപാട് ഓൺലൈൻ ലെൻഡേഴ്സ് ഉണ്ട്, ഇപ്പോൾ ഓൺലൈൻ ലോൺ ലെൻഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ കൃത്യമായ ഒരു കൺട്രോളിൽ കൊണ്ടുവരാനാണ് ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. ഇന്ന് ഇത്രയാണ് ഈ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് നോക്കേണ്ട കാര്യങ്ങളുള്ളത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ കാറ്റലൈസ് എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ അർത്ഥം പഠിച്ചു. ബാക്കി 1-2 കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ന്യൂസിലും പറഞ്ഞു. നാളെ ഇതേ സമയം നമുക്ക് കാണാം. ബൈ.